നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളിലും വീടുകളിൽ നിലവിളക്ക് കത്തിച്ച് വയ്ക്കുന്നതും ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കുന്നതും ദശപുഷ്പവും അഷ്ടമംഗല്യം വയ്ക്കുന്നതും ഐശ്വര്യം നൽകും. കർക്കിടക മാസത്തിൽ കഴിവതും മത്സ്യവും മാംസവും ഒഴിവാക്കുക. കർപ്പൂരം, കുന്തിരിക്കം, അഷ്ടഗന്ധ ഇവയിലേതെങ്കിലും ഉപയോഗിച്ച് വീടുകളിൽ വൈകുന്നേരങ്ങളിൽ പുകയ്ക്കുക. അതും നല്ലതാണ്. വീടുകളിൽ ഗണപതി പൂജയും ഭഗവതി സേവയും നടത്തുന്നത് നല്ലതാണ്. കുടുംബത്തിലെ സകല വിഘ്നങ്ങളും മാറി ഐശ്വര്യമുണ്ടാകും. ഇത് വീടുകളിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ക്ഷേത്രങ്ങളിലും ചെയ്യാവുന്നതാണ്. ഗണപതി പൂജ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ പല വീടുകളിലും ഗണപതിക്ക് വെക്കാറുണ്ട്. രാവിലെ കുളിച്ചു വന്ന് ശുദ്ധവും വൃത്തിയുമായി അവിലും പഴവും ശർക്കരയും ഒരു ഇലയിൽ വെച്ച് കൊടുക്കുന്ന ചടങ്ങുണ്ട്. നിലവിളക്ക് കത്തിച്ചു വെച്ചതും കിണ്ടിയിൽ വെള്ളം നിറച്ച് വെക്കുകയും ചെയ്യണം. ഈ പൂജകൾ വീടുകളിൽ നിന്ന് ചെയ്യാൻ കഴിയാത്തവർക്ക് അമ്പലങ്ങളിൽ നിന്ന് നടത്താവുന്നതാണ്. ഭഗവതി സേവ നടത്തുന്നവർക്ക് ഒരു വർഷം മുഴുവനും ദേവീ കടാക്ഷവും ധനവും ഐശ്വര്യവും ഉണ്ടാകും. ഭഗവതി സേവ വിളക്ക് വെച്ച് ദേവീ ചൈതന്യം ആവാഹിച്ച് പൂജ ചെയ്ത് നിവേദ്യം അർപ്പിച്ച് ദുർഗാമന്ത്രം, ത്രിപുരസുന്ദരി മന്ത്രം, ദേവീ സൂക്തം, ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിലെ മന്ത്രങ്ങൾ ഇവയുപയോഗിച്ച് ദേവിയെ പൂജിച്ച ശേഷം ലളിതാ സഹസ്രനാമവും ജപിച്ച് അർച്ചന ചെയ്ത് പൂജ അവസാനിപ്പിക്കുന്നു. ദേവിയെ ആവാഹിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലുകയും അർച്ചനകൾ നടത്തുകയും ചെയ്യുന്ന മിക്ക ദേവീക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും കർക്കിടക മാസത്തിൽ വൈകുന്നേരം സഹസ്രനാമാർച്ചനയുണ്ട്. ഈ നേരങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നത് നല്ലതാണ്. വ്യാധികൾ നീങ്ങി ഐശ്വര്യമുണ്ടാവാൻ നിത്യവും ദശപുഷ്പം ചൂടുന്നതും പതിവുണ്ടായിരുന്നു. കർക്കിടക മാസങ്ങളിൽ ചില ദിവസങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നതോ വളരെ നല്ലതാണ്. കർക്കിടകത്തിലെ ദുസ്ഥിതികൾ നീങ്ങി മനസ്സിന് ശക്തി പകരാനുള്ള വഴിയാണ് രാമായണ പാരായണം. ചില വീടുകളിൽ കർക്കിടക മാസം രാമായണ പാരായണം ചെയ്യുന്നത് കാണാറുണ്ട്. കർക്കിടക മാസം രാമനാമം ജപിക്കുന്നത് നല്ലതാണ്. കർക്കിടക മാസത്തിൽ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിത്യോപയോഗ ഉപകരണങ്ങൾ ചിട്ടയായി വയ്ക്കുകയും ചെയ്യുക. വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗം സൂചിപ്പിക്കുന്നത് ദൃഢമായ കുടുംബ ബന്ധങ്ങളെയാണ്. കർക്കിടക മാസത്തിൽ വീടുകളിൽ ഐശ്വര്യവും സമ്പത്തും നിറയ്ക്കാൻ വീട്ടിലെ പൂജാമുറിയും വൃത്തിയായി സൂക്ഷിക്കണം. കർക്കിടക മാസത്തിൽ പൂജാമുറിയിലെ ഫോട്ടോകളും വിളക്കുകളും വൃത്തിയായി സൂക്ഷിക്കണം. വിളക്ക് കത്തിക്കുമ്പോൾ കിണ്ടി വൃത്തിയായി അതിൽ നല്ല വെള്ളവും നിറച്ച് വെക്കാവുന്നതുമാണ്. ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ ഐശ്വര്യമുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമസ്കാരം.